നമ്മുടെ നാട്ടിൽ ഭായിമാർ എന്നറിയപ്പെടുന്നത് സ്വാഭാവികമായും ബീഹാർ, UP, ഒറീസ, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് വരുന്നവരെയാണ്. പക്ഷേ ഇവരുടെ മറവിൽ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ റോഹിംഗ്യകൾ അടക്കമുള്ളവരും ഇത്തരത്തിൽ ഈ ഒരു ഭായിമാരുടെ ലേബൽ ഉപയോഗിച്ച് വിലസി നടക്കുന്നൊരു വാർത്ത ഇതിനു മുമ്പും ഞങ്ങൾ ചെയ്തിരുന്നു. അത്തരത്തിലുള്ളവരെ പൂട്ടാൻ ഉറച്ചു തന്നെയാണ് കേന്ദ്രം മുൻപോട്ട് നീങ്ങുന്നതും. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ വിവിധ സംസ്ഥാനങ്ങൾ അതിനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ വ്യാജ ഭായിമാരുടെ അക്കൗണ്ടുകൾ, ഏതാണ്ട് 500-ൽ പരം അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പശ്ചിമ ബംഗാൾ, UP, ആസാം, ദില്ലി തുടങ്ങിയ ഇടങ്ങളിലാണ് ഈ 500ഓളം അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് റാക്കറ്റും ചില മതസംഘടനകളുമാണ് ഈ അനധികൃതമായി കുടിയേറി, അതായത് ബംഗ്ലാദേശിൽ നിന്നും മറ്റും കുടിയേറുന്ന അനധികൃതമായി കുടിയേറി എത്തുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത്. അത്തരത്തിലുള്ള റാക്കറ്റിൻ്റെ തലവൻ മുഹമ്മദ് അബ്ദുൽ അവലിനെ കഴിഞ്ഞ ദിവസം ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വ്യാജമായ തിരിച്ചറിയൽ കാർഡും മറ്റും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെ അക്കൗണ്ടുകൾ തുറക്കുന്നത്. ഏതായാലും ഈ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നതോടുകൂടി തന്നെ ആ അക്കൗണ്ടിൽ എന്തെങ്കിലും പണമുണ്ടെങ്കിൽ അത് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും, അക്കൗണ്ടിലേക്ക് ഇടാൻ കഴിയാത്തൊരു സാഹചര്യം വരും. സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് അനധികൃതമായി കുടിയേറിയിരിക്കുന്ന സകലരെയും പൊക്കി പുറത്താക്കുക തന്നെ ചെയ്യും. അതിന് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും വ്യാജ ഭായിമാർക്ക് പിടിവീണ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.